ബാധ കയറിയ ഒരു പാവ. കാർ അപകടം മുതൽ വിവാഹമോചനത്തിന് വരെ കാരണക്കാരനായ റോബർട്ട് എന്നു പേരുള്ള ഒരു പാവ. റോബർട്ട് എ മിസ്റ്ററി ഡോൾ. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. റോബർട്ട് ദ ഡോളിൻ്റെ കഥ 1904 തുടക്കത്തിലേക്കാണ് എത്തുന്നത്. യൂജിൻ റോബർട്ട് ഓട്ടോ എന്ന ബാലൻ അവൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരിയുടെ തൻ്റെ കൈകളാൽ തുന്നിയ ഒരു വൈക്കോൽ കളിപ്പാവ അവന് സമ്മാനമായി കൊടുക്കുന്നു. യൂജിൻ എല്ലാവരും അവനെ ജീൻ എന്ന് വിളിച്ചിരുന്ന ഒരു ബാലൻ. ഈ കളിപ്പാവയ്ക്ക് അവൻ്റെ മറ്റൊരു പേരായ റോബർട്ട് എന്ന പേര് അവൻ നൽകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജീൻ റോബർട്ടിനെ അതിയായി സ്നേഹിച്ചു തുടങ്ങി. യൂജിൻ അവൻ്റെ ബെഡ്റൂമിലും ഊണുമേശയിലും അവൻ്റെ ഒപ്പം ആ പാവയെ അങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ട് നടന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ആ പാവയുമായി സംസാരിക്കുന്നതും പതിവായി. എന്നിരുന്നാലും കുറച്ച് സമയത്തിനുള്ളിൽ അസാധാരണമായ ഭീതിജനകമായ പല സംഭവങ്ങളും ആ വീട്ടിൽ സംഭവിച്ചു തുടങ്ങി. ഒരു രാത്രിയിൽ വെറും 10 വയസ്സുള്ള ജീൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ റോബർട്ട് എന്ന ഈ പാവ തൻ്റെ കിടക്കയുടെ അറ്റത്ത് വന്നിരുന്ന് അവനെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്നതായി അവൻ കണ്ടു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ അമ്മ, അതായത് ഈ യുജീൻ്റെ അമ്മ, അവൻ്റെ നിലവിളി കേട്ട് ആ മുറിയിലേക്ക് ഓടിയെത്തി. യുജീൻ ഭീതിയോടെ ആ കിടക്കയിൽ ചുരുണ്ടു കൂടി കിടക്കുകയായിരുന്നു. ആ മുറി മുഴുവൻ വലിച്ചു വാരിയിട്ട് മുറിയിലുണ്ടായിരുന്ന മേശയും കസേരയും വരെ മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. എന്ന് അവൻ്റെ അമ്മ, എന്താ യുജീൻ, നീ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു. ഇതൊന്നും ഞാനല്ല അമ്മ, ഈ റോബർട്ട് ചെയ്തതാണിതെല്ലാം. അതായിരുന്നു യുജീൻ്റെ ഒരേ ഒരു മറുപടി. അത് ചെയ്തത് റോബർട്ടായിരുന്നോ? അറിയില്ല. പക്ഷേ അതൊന്നും മാത്രമായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് യുജീൻ്റെ മാതാപിതാക്കൾ അന്ന് രാത്രിയിൽ തന്നെ യുജീൻ മുകളിലത്തെ ആ മുറിയിൽ ആരോടോ സംസാരിക്കുന്നതും മറുപടി പറയുന്നതുമൊക്കെയായി അങ്ങനെ കേട്ടിരുന്നു. പക്ഷേ മറുപടി മുഴങ്ങിയത് മറ്റൊരു ഭീകര ശബ്ദത്തിലായിരുന്നു. അത് ചിലപ്പോൾ ഹാളിലെ TV-യിൽ നിന്നും കേട്ടതാവാമെന്ന് അവർ കരുതി. മറ്റൊരു ദിവസം യുജീൻ ഈ പാവയോട് മുറ്റത്തിരുന്ന് സംസാരിക്കുന്നത് അവൻ്റെ അമ്മ കണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം ആ പാവയുമായി അവൻ കളിക്കുന്നതാണ് എന്ന് അവർ കരുതി. എന്നാൽ യുജീൻ്റെ കൂടെ ഈ പാവ ഒരു മരത്തിൻ്റെ മറവിൽ മറഞ്ഞിരുന്ന് സംസാരിക്കുന്നുവെന്നും അതിൻ്റെ മുഖഭാവം ഇടയ്ക്കിടയ്ക്ക് മാറുന്നതായും ശേഷം അവനൊപ്പം ഓടി നടക്കുന്നതായും കണ്ടു എന്നുമുള്ള വിവരങ്ങൾ അയൽവക്കക്കാരും യുജീൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു. ഒരു ദിവസം യുജീൻ്റെ മുത്തച്ഛൻ ഈ പാവയുമായി യുജീൻ തർക്കത്തിൽ ഏർപ്പെടുന്ന രീതിയിലുള്ള സംസാരം കേട്ടതായും പറയപ്പെടുന്നു. ഇത് മാതാപിതാക്കളിൽ കൂടുതൽ ഭീതി ജനിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ റോബർട്ടിനെ തൻ്റെ അടുത്തു നിന്നും മാറ്റാൻ അവൻ സമ്മതിച്ചേയില്ല. ശേഷം യുജീൻ തൻ്റെ ഉപരിപഠനത്തിനായിട്ട് മറ്റൊരു സിറ്റിയിലേക്ക്, അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കുന്നു. ഇതിനുശേഷം യുജീൻ്റെ മാതാപിതാക്കൾ ആ പാവയെ തക്ക സമയം നോക്കി അവൻ്റെ അടുത്തു നിന്നും എടുത്ത് വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു ഗ്ലാസ് ഇട്ട സ്റ്റോർ റൂമിലെ ഷെൽഫിൽ കൊണ്ടുവെക്കുന്നു. ഈ ഷെൽഫ് വീടിൻ്റെ മുൻപിലുള്ള ഒരു വഴിയിലേക്ക് ദർശനമുള്ള ഒരു പൊസിഷനിലുള്ള ഒന്നായിരുന്നു. ഈ വഴിയിലൂടെ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന പല കുട്ടികളും വീടിൻ്റെ മുകളിലുള്ള ഈ ഷോക്കേസിലിരിക്കുന്ന ഈ പാവ അവരെ നോക്കി ചിരിക്കാറുണ്ടെന്നും ചിലപ്പോൾ അത് ദേഷ്യഭാവത്തിൽ അവരെ നോക്കി ഇരിക്കാറുണ്ടെന്നും പറഞ്ഞു തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. യുജീൻ വിവാഹിതനായി. എന്നാൽ അപ്പോഴും ആ പാവയെ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല. ആ പാവയുമായി അവൻ എന്തോ ഒരു ബന്ധം ആ കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. റോബർട്ട് ജീവിതകാലം മുഴുവൻ യുജീനോടൊപ്പം തന്നെ തുടർന്നു. വിവാഹശേഷം യുജീൻ്റെ ഭാര്യ ആൻ റോബർട്ട് എന്ന ഈ പാവയെ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കാൻ പറയുന്നു. എന്നാൽ യുജീൻ അതിന് സമ്മതിക്കുന്നില്ല. ഇതിനെ ചൊല്ലിയുള്ള തർക്കം വിവാഹമോചനം വരെയുള്ള സംസാരങ്ങൾ എത്തിപ്പെട്ടു. ശേഷം ആ പാവയെ പഴയതുപോലെ ആ വീടിന് മുകളിലെ ഷെൽഫിൽ അടയ്ക്കാൻ യുജീൻ്റെ ഭാര്യ അവനെ നിർബന്ധിച്ചു. അവസാനം വേറെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ യുജീൻ സമ്മതം മൂളി. പക്ഷേ അതിനുശേഷം ആ വീട്ടിൽ വീണ്ടും പലവിധമായ അസ്വസ്ഥതകളും ഉണ്ടായി തുടങ്ങി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ആരോ നടക്കുന്നതും ഹാസ്യ ശബ്ദങ്ങളും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതുമായുള്ള ശബ്ദങ്ങളും രാത്രി തോറും അവർ കേൾക്കുവാൻ തുടങ്ങി. ശേഷം യുജീൻ്റെ ഭാര്യ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായി ദുർമന്ത്രവാദ ക്രിയകളിൽ പരിഹാരം കാണുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ
മറ്റൊരു സിറ്റിയിൽ നിന്നും ആ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു റൂമിൽ അടച്ചിട്ട് ആ സ്ത്രീ ആ പാവയുമായി സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ റൂം തുറന്ന് ആ സ്ത്രീ വീട്ടിൽ നിന്നും അതിവേഗം ഇറങ്ങി നടന്നു. യുജീൻ്റെ ഭാര്യ അവരെ പുറകെ പോയി വിളിച്ചെങ്കിലും ഒരക്ഷരം പോലും സംസാരിക്കാതെ തിരിഞ്ഞു പോലും നോക്കാതെ അവർ ആ വീട് വിട്ടു. യുജീൻ വീണ്ടും ആ പാവയെ ഷെൽഫിൽ നിന്നും ഇറക്കി അവൻ്റെ കൂടെ തന്നെ കൂട്ടി. യാതൊരു എതിർ അഭിപ്രായവും പറയാതെ യുജീൻ്റെ ഭാര്യ അതിന് സമ്മതിച്ചു. വർഷങ്ങൾ കഴിയുന്നു. യുജീൻ 76-ാം വയസ്സിൽ മരിക്കുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം യുജീൻ്റെ ഭാര്യയും മരണമടഞ്ഞു. ശേഷം ഈ വീട് അവരുടെ അനന്തരാവകാശികൾക്ക് ലഭിച്ചു. ആ കുടുംബം ആ വീട്ടിൽ താമസവും തുടങ്ങി. അവരുടെ 10 വയസ്സുള്ള മകൾ വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ആ ഷെൽഫിൽ നിന്നും റോബർട്ട് എന്ന ആ പാവയെ എടുത്ത് കളിക്കാൻ തുടങ്ങുന്നു. ആ പെൺകുട്ടി വളരെ സന്തോഷത്തോടെ റോബർട്ട് എന്ന ആ പാവയെ ചേർത്ത് പിടിച്ചു. ആ പാവയുമായി പതിയെ ചങ്ങാത്തം കൂടി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം അവൾ പെട്ടെന്ന് തന്നെ വളരെ ഒരു വലിയ ഭയപ്പാടിലായി. ഈ പാവയ്ക്ക് ജീവനുണ്ടെന്നും ഈ പാവ എന്നെ പലപ്പോഴായി കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും അവൾ പറയാൻ തുടങ്ങി. ഞാൻ പോകുന്ന റൂമുകളിലെല്ലാം ഞാൻ അറിയാതെ ഈ പാവ എന്നെ പിന്തുടരുന്നു, എന്നും എന്നെ ഭയപ്പെടുത്തുന്നു എന്നെല്ലാം അവൾ മാതാപിതാക്കളോട് പറയാൻ തുടങ്ങി. നാളുകൾക്ക് ശേഷം അവർക്ക് യുജീൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നും ഈ പാവയുടെ പഴയകാല സംഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നു. അവരത് യുജീൻ്റെ മറ്റ് ബന്ധുക്കളോട് ഇതിനെക്കുറിച്ച് തിരക്കുകയും ചിലർ ഇതെല്ലാം സത്യമാണെന്നും മറ്റു ചിലർ അതൊക്കെ അന്നത്തെ യുജീൻ്റെയും കുടുംബത്തിൻ്റെയും തോന്നലുകളാണെന്നും പറയുന്നു. ഇതേ തുടർന്ന് ഈ പാവയെ അവളുടെ മാതാപിതാക്കൾ ഫ്ലോറിഡയിലുള്ള ഈസ്റ്റ് മാർട്ടല്ലോ മ്യൂസിയത്തിന് കൈമാറി. അതിനുശേഷം ആ വീട്ടിൽ അവർക്ക് മറ്റ് അസാധാരണമായ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നു. യുജീൻ്റെ ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: യുജീൻ്റെ മുത്തച്ഛൻ വീട്ടിലെ ജോലിക്കാരെ അമിതമായി അക്കാലഘട്ടത്തിൽ ശകാരിച്ചിരുന്നു. അതിൽ ഒരാൾ അവരുടെ പക മൂലം ഈ പാവയിൽ കൂടോത്രം ചെയ്ത് യുജീന് നൽകിയതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ റോബർട്ട് എന്ന ഈ പാവ നേരത്തെ പറഞ്ഞ ഫ്ലോറിഡയിലെ ഈസ്റ്റ് മാർട്ടല്ലോ മ്യൂസിയത്തിലെ ഒരു പ്രദർശന വസ്തുവായി ഇന്നും തുടരുന്നു. ഈ മ്യൂസിയത്തിലെ ഡെറിക് എന്ന ജീവനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റോബർട്ട് എന്ന പാവയ്ക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം. പക്ഷേ അവൻ പലരെയും അതിന് അനുവദിക്കാറില്ല. ഫോട്ടോ എടുത്തവർക്ക് പലർക്കും പല അസ്വസ്ഥതകളും വാഹന അപകടങ്ങളും വരെ സംഭവിച്ചതായി ഡെറിക് പറയുന്നു. ഫ്ലോറിഡ വരെ പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഈ റോബർട്ട് എന്ന പാവയെ കാണാൻ സാധിക്കും. പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും എടുക്കാം.